അയാൾ ഇന്ന് നമ്മുടെ ടോപ്പിക്ക് എങ്ങനെ നമുക്കൊരു ഹൈ വാല്യൂ പേഴ്സൺ ആയിട്ട് മാറാം. ഹൈ വാല്യൂ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ജനനം മരണം അല്ലെ. ഈ ജനനം മരണത്തിന്റെ ഇടയിലുള്ള കുറച്ച് കാലഘട്ടം മാത്രമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ജീവിതം. അപ്പൊ ഈ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇതിനെ കുറിച്ചൊന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ഈ സൊസൈറ്റിയിൽ ജീവിക്കാൻ പറ്റില്ല. അപ്പോ അല്ലെങ്കിൽ നമ്മളൊരു ഹൈ വാല്യൂ പേഴ്സൺ അല്ലെങ്കിൽ ഒരു അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട കുറെ കാര്യങ്ങളും അതേപോലെ നമുക്ക് എങ്ങനെ സൊസൈറ്റിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നമ്മുടെ പരിമിതമായ അറിവ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം എന്താണ് നമ്മൾ നമ്മളുടേതായ അഭിപ്രായം പറയാൻ നമ്മൾ പഠിക്കാം. ഓക്കെ, എന്ത് കാര്യത്തിന്റെ മുകളിലും മറ്റൊരാൾ എന്ത് പറയുന്നു ഓക്കെ അതാണ് ശരി. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളും അതേ അഭിപ്രായം പറയാം. നമ്മൾ നമ്മുടെ സ്വന്തം നിലയിൽ ഒരു കാര്യത്തിന്റെ മുകളിൽ അഭിപ്രായം പറയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാൻ, സ്വന്തം നിലയിൽ അഭിപ്രായം പറയാൻ നമ്മൾ പഠിക്കണം. ഇത് നിങ്ങളുടെ ആര് എന്ത് അഭിപ്രായം പറഞ്ഞല്ലോ അതാണ് ശരിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന് സമ്മതം മൂളാനോ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ശരിയെന്ന് പറയാൻ നമ്മൾ നിൽക്കരുത്. നമ്മളുടേതായ ഒരു അഭിപ്രായം പറയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നമ്മൾ ഒറ്റയ്ക്ക് ജനിച്ചു, ഒറ്റയ്ക്ക് മരിച്ചു. അതുകൊണ്ട് തന്നെ പല സാഹചര്യങ്ങളും നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് പഠിക്കണം. ഇപ്പൊ സൈക്കോളജിയിലൊക്കെ ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാം. അപ്പൊ അത്തരം സ്വഭാവങ്ങൾ ഉള്ള ആൾക്കാരുണ്ടാവും. ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിലും അതിന്റെ ചില സിംറ്റംസ് കാണിക്കുന്ന ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഇല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് പല കാര്യങ്ങളുടെ മുകളിലും നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ദെൻ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മളെ ദുരുപയോഗം ചെയ്യുന്ന, നമ്മളെ മിസ്യൂസ് ചെയ്യുന്ന, നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ മനസ്സിലാക്കി അത്തരം ആൾക്കാരിൽ നിന്നും നമ്മൾ അകലം പാലിക്കുക. ഇപ്പൊ നിങ്ങൾ ഒരു സുഹൃത്തിനെ ഒരു തവണ സഹായിച്ചിട്ടുണ്ടാവും, പക്ഷെ ആ സുഹൃത്ത് ചിലപ്പോൾ അത് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ടാവും, മിസ്യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത്തരം മിസ്യൂസുകളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, വിട്ട് നിൽക്കാനായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞ് നമ്മൾ ഒഴിവാകാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ചില ആൾക്കാർ നമ്മളെ അല്ലെ, നിങ്ങൾക്ക് തന്നെ അറിയാം, നോ പറയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കാന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ പലപ്പോഴും പറ്റാത്തൊരവസ്ഥയില്. അതുകൊണ്ട് നോ പറയേണ്ട സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണം, നോ പറയണം. അല്ല പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യരുത്, തലവെച്ച് കൊടുക്കരുത്. ഇപ്പൊ നിങ്ങളെ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യാം, പക്ഷെ നിങ്ങൾക്ക് അർജന്റ് ആയിട്ട് ഒരു എക്സാം ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്കാണ് ഈ സുഹൃത്തുക്കളോട് നോ പറയാനും വയ്യ, എക്സാമിന് പഠിക്കും വേണം. അപ്പോ എന്നിട്ട് നിങ്ങൾ എക്സാം അവിടെ ഇട്ട് ട്രിപ്പിന് പോവാണ്, പറ്റില്ല. നമുക്ക് നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതാണ് നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നമ്മൾ വിഷ്വലൈസ് ചെയ്യാം. എന്താണ് നിങ്ങൾക്ക് ആവേണ്ടത്, എങ്ങോട്ടാണ് എത്തിച്ചേരേണ്ടത്, ബാക്കിയുള്ളവർ നമ്മുടെ കുറവുകളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മളുടെ എന്ത് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്യാതെ അല്ലെ, ടെൻഷൻ അടിക്കാതെ നമ്മൾ സ്റ്റെപ്പ് വെക്കുക മുന്നോട്ട്. ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് വെക്കുക. അപ്പോൾ അത് എന്ത് കാര്യമായിക്കോട്ടെ, അത് ചെറിയ രീതിയിൽ തന്നെ നമുക്ക് തുടങ്ങി വിജയിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ വേണ്ടത്. നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ, സ്വപ്നങ്ങൾ എന്താണോ, അതൊക്കെ മനസ്സിലാക്കി നമ്മൾ അതിനെ വിഷ്വലൈസ് ചെയ്ത് നമ്മൾ നല്ല രീതിക്ക് തന്നെ എന്ത് ചെയ്യുക, മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ശ്രമിക്കണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ തെറ്റുകൾ, മനുഷ്യനാണ്, തെറ്റുകൾ പറ്റും അല്ലെ. ചില ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞ പോലെ ഞാൻ തന്നെയാണ് സ്വയം എന്ത് ചെയ്യുക, വലിയൊരാള്, സ്വയം പൊക്കിയാവുക. ബാക്കിയുള്ളവർ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ തെറ്റ്, എന്റെ ഭാഗത്ത് ഞാൻ എന്ത് ചെയ്തു ശരി. നിങ്ങൾ കണ്ടല്ലേ, ചില ആൾക്കാരോട് നമ്മൾ അവരെ തെറ്റുകളെ കുറിച്ചോ അല്ലെങ്കിൽ അവരെ കുറിച്ച് എല്ലാം പറഞ്ഞു കൊടുത്താലും അവരത് അംഗീകരിക്കാൻ തയ്യാറാവില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ എന്ന് ചിന്തിക്കുന്നു അന്ന് മുതൽ നമ്മളെ പരാജയം തുടങ്ങി. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിന്ന് നമ്മളുടേതായ തെറ്റുകൾ നമ്മൾ അംഗീകരിച്ച് എന്ത് ചെയ്യാം, പിന്നീട് ആ തെറ്റുകൾ നമ്മൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ നമ്മൾ ഫുൾ പെർഫെക്റ്റ് ആണെന്ന് നമ്മൾ വിചാരിക്കാൻ തുടങ്ങി അന്ന് മുതൽ നമ്മുടെ പരാജയം നമുക്ക് തുടങ്ങിയതാണ് അർത്ഥം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അഭിപ്രായങ്ങളും ഒപ്പീനിയനും പറയാൻ പോകുക. അപ്പൊ ചില വ്യക്തികൾ, ഇപ്പൊ രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ കയറി വന്ന് നമ്മൾ സംസാരിക്കുക അല്ലെ, അത്തരം ഒരു സ്വഭാവം ഉണ്ടാവും. നമുക്ക് യാതൊരുവിധ വാല്യൂ ഇല്ലാത്തടത്തും കയറിയിട്ട് സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ അത്തരം കാര്യങ്ങൾ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വിട്ടു നിൽക്കണം. ഓക്കെ, അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ആവശ്യമുള്ള കാര്യങ്ങൾ പോവാ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് നല്ലൊരു സുഹൃത്ത് ബന്ധം, നല്ലൊരു റിലേഷൻഷിപ്പ്, ഇതൊക്കെ നമുക്ക് ഈ സൊസൈറ്റിയിൽ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ബന്ധങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് യാതൊരുവിധ വാല്യൂ ഇല്ല അല്ലെ, നമുക്ക് യാതൊരുവിധ വാല്യൂവും റെസ്പെക്റ്റും, ഒരു നല്ല സ്നേഹബന്ധത്തിൽ നമുക്ക് ബഹുമാനം കിട്ടും, റെസ്പെക്ട് കിട്ടും, ഒക്കെ കിട്ടും. അത് യാതൊരുവിധ റെസ്പെക്റ്റും ഇല്ല, യാതൊരുവിധ രീതിയിലേക്കുള്ള എന്ത് ചെയ്യുന്നുണ്ട്, വാല്യൂ തരാത്ത ഒരു ബന്ധത്തിന്റെ പിന്നാലെ കടിച്ചു തൂങ്ങി പിന്നെയും നമ്മൾ പോകാൻ നിൽക്കുന്നതോറും നമ്മുടെ സെൽഫ് എസ്റ്റീം അവിടെ ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. ബാക്കിയുള്ളവർ നമ്മളെ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണം. പിന്നെ
പിന്നെ നമ്മളുടേതായ ഇത് നമ്മളുടെയും കൂടി ലോകമാണ്, മനസ്സിലാവുന്നുണ്ടോ? നമ്മളുടെയും കൂടി ലോകമാണ്. ഈ ലോകത്ത് നമ്മുടെ ഐഡന്റിറ്റി ഉണ്ടാക്കാൻ നമ്മൾ തന്നെ എന്ത് ചെയ്യേണ്ടി വരും? ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. നല്ലൊരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് പറ്റട്ടെ. നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന തെറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ തിരുത്തി മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ.